ആദ്യം ചാനൽ തുടങ്ങിയപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 10K അടിക്കണം എന്നായിരുന്നു ആഗ്രഹം. 10K അടിച്ചപ്പോഴത്തേക്കും പിന്നെ 20K അടിക്കണം എന്നൊരാഗ്രഹം വന്നു. അങ്ങനെ 20K അടിച്ച് 20K അടിച്ചപ്പോഴത്തേക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ചാനൽ മോണിറ്റൈസേഷനും ആയി. चाहे जो तुम्हें पूरे दिल से मिलता है वो मुश्किल से. ഇപ്പോൾ വന്നു എൻ്റെ വയറ്റിൽ കൊക്കോ പാമ്പ് എങ്ങാണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ ക്രേവിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫ് ഫ്രൈയും അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ കഴിക്കാനൊരു ക്രേവിങ്സ് ഉണ്ട് ഇതാക്കിയത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഹോസ്റ്റലിൻ്റെ കവാടമൊക്കെ കടന്ന് വെളിയിലൊക്കെ ഇറങ്ങുന്നുണ്ട്. ആയിട്ട് ചിക്കൻ ഫ്രൈയിൽ ഒതുങ്ങിപ്പോയി ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളൊരു ചിക്കൻ 65 മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പൊറോട്ടയും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 3 പൊറോട്ട മേടിച്ച് ഗൈസ്, കാരണം അവൻ്റെ ദോശ തിന്നു കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ പൊറോട്ടയിൽ കൈയിടുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഹലോ ഗായ്സ്, ഇപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇന്നെന്തായാലും താഴെ ഇരുന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് വരും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോടാ, എനിക്ക് ആദ്യം ചാനൽ തുടങ്ങിയപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 10K അടിക്കണം എന്നായിരുന്നു ആഗ്രഹം. 10K അടിച്ചപ്പോഴത്തേക്കും പിന്നെ 20K അടിക്കണം എന്നൊരാഗ്രഹം വന്നു. അങ്ങനെ 20K അടിച്ച് 20K അടിച്ചപ്പോഴത്തേക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ചാനൽ മോണിറ്റൈസേഷനും ആയി. चाहे जो तुम्हें पूरे दिल से मिलता है वो मुश्किल से, ऐसा जो कोई कहीं है बस वही सब से हंसी है. उस हाथ को तुम थाम लो, वो मेहरबान कल हो न हो. അതായത് മോണിറ്റൈസേഷൻ എനേബിളായി, പൈസ കിട്ടുന്നില്ല കേട്ടോ അന്നേരത്തേക്കൊന്നും. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലടാ. ഞാൻ എന്തുവാ ചെയ്യേണ്ടത്? എന്തൊക്കെയായാലും ഒടുക്കത്തെ ഹ്യൂമിഡിറ്റിയാണ് ഗൈസ്. കാരണം മുമ്പൊക്കെ ഇരിക്കുന്നുണ്ട്. ഒന്നാമത് എൻ്റെ സ്കിൻ ഫുള്ള് ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഒരു ജെല്ല് തേക്കുന്നുണ്ട്. എന്തായാലും വിയർത്ത് കുളിച്ച് ഇതാക്കുക. ചൂട് മാറിയിട്ട് ഇപ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്കിന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞായിരുന്നു. 3:30 ക്ലാസ് കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ വന്ന് നിന്ന് പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി ഗൈസ്. ഇപ്പോൾ വന്നു എൻ്റെ വയറ്റിൽ കൊക്കോ പാമ്പ് എങ്ങാണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ ക്രേവിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫ് ഫ്രൈയും അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ കഴിക്കാനൊരു ക്രേവിങ്സ് ഉണ്ട് എന്തായാലും. അപ്പോൾ നമ്മളെന്തായാലും പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം അവിടെ ചെന്നിട്ട് കാണാം. ഞാൻ ഈ മുഖവും ഒക്കെ ഒന്ന് കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോൾ ശരിയല്ല. അപ്പോൾ ഗൈസ്, ഇതിന് മുന്നേ ഉള്ള എൻ്റെ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ PS-ൻ്റെ സോപ്പ് വെച്ചിട്ടാണ് മുഖം കഴുകുന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി അതുകൊണ്ടാണ് ചേച്ചിയുടെ സ്കിൻ ഡാമേജ്ഡ് ആവുന്നതെന്ന്. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ പിള്ളേർ പറഞ്ഞില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ഒരു ഫേസ് വാഷ് മേടിച്ചു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബറ്റാലിയൻ ഇന്ന് വരുന്നില്ല കേട്ടോ. എല്ലാവരും നല്ല ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ഉറങ്ങുന്ന തിരക്കിലാണ്. പിന്നെ കോളേജിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവനാണ് നമുക്ക് ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞ് എന്നെ പ്രേരണ ഇതാക്കിയത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഹോസ്റ്റലിൻ്റെ കവാടമൊക്കെ കടന്ന് വെളിയിലൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നിങ്ങൾ ചോദിച്ച ആ പട്ടിക്കുഞ്ഞുങ്ങളെ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലെ പട്ടിക്കുഞ്ഞുങ്ങളാണോ എന്ന്. അല്ലടാ, ഇത് നമ്മുടെ കോളേജിൻ്റെ പരിസരത്തുള്ള പട്ടിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഒരെണ്ണം ഓടി വരുന്നുണ്ടോ, കുറേ ഉണ്ട്. അപ്പോൾ എന്തായാലും കോളേജിന് വെളിയിലുള്ള ഹോട്ടലിൽ പോയി കഴിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഈ പോകുന്ന മനുഷ്യൻ എന്നെ പറഞ്ഞ് പാട്ടിലാക്കി ആ ക്യാൻറ്റീനിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അവിടെ എന്തായാലും നമുക്ക് ബീഫ് ഫ്രൈ കിട്ടത്തില്ല ഗൈസ്. അങ്ങനെ ചിക്കൻ 65 വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു മഞ്ചൊക്കെ മേടിച്ച് എന്തായാലും ഒരു ക്യാമറമാനെ കിട്ടി ഗൈസ്. അവൻ്റെ കൂടെ വന്നുകൊണ്ട് എന്തായാലും ഇത് ഷൂട്ട് ചെയ്ത് തരാൻ ഒരു ക്യാമറമാനെ കിട്ടി. ശരിക്കും പറഞ്ഞാൽ എനിക്കിങ്ങനെ തോണ്ടി തിരുന്നതാണ് ഇഷ്ടം. കാരണം നമ്മൾ മഞ്ച് മേടിച്ചാലുണ്ടല്ലോ ഗൈസ്, നമ്മുടെ കൈ കിട്ടുന്നതിനെക്കാട്ടി കൂടുതലും കവറിലായിരിക്കുന്നത്. ശരിക്കും അതിനൊരു വേറെ ലെവലിൽ ടേസ്റ്റും ആയിരിക്കും. എനിക്കിങ്ങനെ തോണ്ടി തിരുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ ആരെങ്കിലും തിന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും അവൻ ദോശയാണ് മേടിച്ചത്. ഞാൻ എന്തായാലും ബീഫ് ഫ്രൈ കഴിക്കാനുള്ള മോഹമായിട്ട് ചിക്കൻ ഫ്രൈയിൽ ഒതുങ്ങിപ്പോയി ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളൊരു ചിക്കൻ 65 മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പൊറോട്ടയും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 3 പൊറോട്ട മേടിച്ച് ഗൈസ്, കാരണം അവൻ്റെ ദോശ തിന്നു കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ പൊറോട്ടയിൽ കൈയിടുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഒരു പൊറോട്ടയും കൂടെ ചേർത്ത് ഞാൻ 3 പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോരാ നേരം ആ പിശാശ് എന്നെ കൊണ്ടൊരു ഏത്തക്കാപ്പവും കൂടെ മേടിപ്പിച്ച് ഗൈസ്. ഇവിടെ നമ്മൾ പഴംപൊരി എന്ന് പറയും. പിന്നെ വരുന്ന വഴിക്ക് ഞാനൊരു ചീറ്റോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഇങ്ങനെ വഴിയേ നടന്ന് പഴംപൊരി തിന്നിങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് പട്ടിക്കുഞ്ഞുങ്ങളെ ഒന്ന് കളിപ്പിച്ച് കേട്ടോ. ഇവറ്റകൾക്ക് നമ്മൾ ഒരിത്തിരി പഴംപൊരിയുടെ ഒരു പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ തിന്നില്ല കേട്ടോ. പെട്ടെന്നൊന്ന് ഞെട്ടി, കാരണം അതിൻ്റെ മമ്മി ഡോഗ് വന്നു. മമ്മി ഡോഗ് മാത്രമല്ല, ഡാഡി ഡോഗും വന്നു. അങ്ങനെ ഒരു ഫാമിലിയായിട്ട് നമ്മളെ ഫോളോ ചെയ്യുമായിരുന്നു ഗൈസ്. പിന്നെ ഇവർ മമ്മിയും ഡാഡിയും വന്നപ്പോൾ നമ്മൾ ഇത്തിരി പേടിച്ച് പിന്നെ നമ്മളെങ്ങനെയൊക്കെയോ ഓടിച്ചാടി
അവൻ ഹോസ്റ്റലിൽ പോയി, അങ്ങനെ ഞാനും തിരിച്ച് കയറുവാണ്. അപ്പോൾ എന്തായാലും നമ്മളിതാ തിരിച്ചെത്തി ഗൈസ്, കവാടത്തിനുള്ളിലേക്ക് കടന്നു. ഇനിയിപ്പോൾ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഗൈസ് ഇന്ന് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ്. കോളേജിൽ ഇട്ടിരുന്ന ഡ്രസ്സാണ് കേട്ടോ, അത് തന്നെ ഇട്ടിട്ടാണ് ഒന്ന് ക്യാൻറ്റീനിൽ പോയത്. അപ്പോൾ ഗൈസ് എന്തായാലും ഒരു തീറ്റ് വ്ലോഗ് എടുക്കാൻ പ്ലാൻ ചെയ്താണ് പോയത്, പക്ഷേ എന്തായാലും നടന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒത്തിരി ആളുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടെ ആളുകളെ ഫേസ് ചെയ്ത് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത്തെ കാര്യം മൈക്കും ഇല്ല, ഫാനും ഉണ്ട്, അന്നേരം ഞാൻ അലറി സംസാരിക്കേണ്ടി വരും. അപ്പോൾ അതൊന്നാമത്തെ കാര്യം. അപ്പോൾ എന്തായാലും നല്ല ഫുഡായിരുന്നു കേട്ടോ. ബീഫ് ഫ്രൈ കഴിക്കാൻ പോയിട്ട് ചിക്കൻ ഫ്രൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. ചിക്കൻ ഫ്രൈ അല്ല, ചിക്കൻ 65. ലിപ്സ്റ്റിക്കൊക്കെ വരത്തേച്ചതൊക്കെ പോയി ഗൈസ്. ഇതാണ് ശരിക്കും എൻ്റെ ഒറിജിനൽ ബ്യൂട്ടി കേട്ടോ. സ്കിന്നൊക്കെ ശരിക്കും നല്ല രീതിയിൽ ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഡബിൾ ചിന്നും ഉണ്ട് ഗൈസ്, മൊത്തത്തിൽ പോക്കാം. കണ്ടോ, നല്ല രീതിയിൽ സ്കിന്നതിൽ നല്ല രീതിയിൽ പിമ്പിൾസ് ഉണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഇത് അന്നത്തെ ആസിഡ് ഫ്ലൈയുടെ സംഭവമാണ്. അപ്പോൾ എന്തായാലും നമ്മളിതെല്ലാം മാറ്റി സുന്ദരിയാകുന്നതായിരിക്കും. അപ്പോൾ ശരിയടാ, അത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഇന്നൊരു കുഞ്ഞു വ്ലോഗ് എടുക്കാമെന്നുള്ള രീതിയിൽ തീറ്റി വ്ലോഗാണ് ഉദ്ദേശിച്ചത്, പക്ഷേ എന്തായാലും അത്രത്തോളം നടന്നില്ല. അപ്പോൾ ശരിയടാ, ടാറ്റാ.